ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം എഴുന്നേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടൈം ഇസ് 5:10 AM, 5:10. അപ്പോൾ ഒരു അഞ്ചര നടക്കില്ല, ഒരു 6 മണിക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് ഒരൊറ്റ വിടലാണ്. പിന്നെ നമ്മുടെ ലക്ഷ്യം ഒരു വൈകുന്നേരം 4-5 മണിക്കുള്ളിൽ മൈസൂർ എത്താനായിട്ടാണ്. പോകുന്ന വഴിക്ക് എനിക്ക് പാലക്കാട് നിന്നായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഉറക്കം വരും. നമ്മൾ ഓണത്തിന് നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഫുൾ ബിസി ആയിരുന്നു ഇവിടെ. അപ്പോൾ ഉറക്കം, നല്ല ക്ഷീണം, മടി. പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇത്രയും ഒരു ലോങ് റോഡ് ട്രിപ്പാണ്. സോ വെൽക്കം ടു സൗത്ത് ഇന്ത്യ റോഡ് ട്രിപ്പ് വ്ളോഗ്. അങ്ങനെ ഞങ്ങളുടെ സൗത്ത് ഇന്ത്യ റോഡ് ട്രിപ്പ് ഈസ് ഓൺ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റ് വൈകിട്ടോ, 6:10 ഇറങ്ങിയത്. അപ്പോൾ ഫുൾ സെറ്റ് ആൻഡ് എക്സൈറ്റഡ്. അപ്പം ഇനി ഓൺ ദ വേ കാഴ്ചകൾ കാണിച്ചു തരാം. കറക്റ്റ് 9 മണിയായപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂരെത്തി. അപ്പോൾ നീ ഇവിടെ ഒരു ചെറിയൊരു കഫേയിൽ ഒരു ഹോട്ടലിൽ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. നല്ല വെയിൽ. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊരു മഴയുണ്ടായിരുന്നു, പിന്നെ അതിന് ശേഷം ഫുൾ വെയിൽ മാത്രമല്ല. ഇങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഗീ പൊടി റോസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് ഗീ പൊടി റോസ്റ്റ് കഴിക്കുന്നത്. ഗീ പൊടി റോസ്റ്റ്, 2 ഫിൽറ്റർ കോഫിയും പറഞ്ഞു. അപ്പം നമ്മൾ സത്യമംഗലം കാട്ടിലേക്ക് കയറി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വൈൽഡ് ലൈഫ് ഏരിയ ആണ്. ഇവിടെ പുലിയുണ്ട്, ആനയുണ്ട്, അങ്ങനെ കുറേ ഏതൊക്കെയോ മൃഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. എനിക്കൊന്ന് പുലർച്ചെയൊക്കെ വരാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആനിമൽസിനെ കാണാനുള്ള കുറേ കൂടി ഒരു സ്കോപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ രാത്രി ആയിരിക്കണം. കൂടുതലും ഇങ്ങനത്തെ ലോറികളാണ് ഇതുവഴി വരുന്നത്. പക്ഷെ നല്ല സീനറി. ഇവിടെ വരാനായിട്ട് ചില ടൈമിംഗ് ഉണ്ട് കേട്ടോ. രാത്രി ഒന്നും ചെക്ക് പോസ്റ്റ് വഴി കടത്തി വിടില്ല. അപ്പോൾ ഈ വഴിയൊക്കെ വരുന്നവർ അതിൻ്റെ ടൈമും കൂടി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നെറ്റിൽ നോക്കി അറിയാൻ പറ്റും എത്രയോ മണിക്കാണ് ഇതിൻ്റെ ഗേറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ, മൈസൂരൊക്കെ ഈ റൂട്ടാണ് പോകുന്നത്. ഇപ്പോൾ 7ാമത്തെ ഹെയർ പിന്നായിട്ടോ. 27 എണ്ണം ഉണ്ട് ഹെയർ പിൻ. ഇതുപോലെ 7 എണ്ണേ കഴിഞ്ഞുള്ളൂ. ഇനി 20 എണ്ണം കൂടെ ഉണ്ട്. 20 more hair pins to go. വ്യൂ നോക്കി. സത്യമംഗലം കാട്. പക്ഷേ ഹൈ റേഞ്ച് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള തണുപ്പോ മൂടൽ മഞ്ഞോ ഇതൊന്നുമില്ല. നല്ല വെയിലും അത്യാവശ്യം നല്ല ചൂടുമാണ് ഉള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ തമിഴ്നാടിൽ നിന്ന് ഇറങ്ങി. വി ആർ എൻട്രിങ് ടു ദ കർണാടക സ്റ്റേറ്റ്. അങ്ങനെ നമ്മൾ 3rd സ്റ്റേറ്റിലേക്ക് എത്തി. ഇനി ഞങ്ങൾ പോണ വഴിക്ക് ഒന്ന് വണ്ടി നിർത്തി ഒന്ന് നടുവൊക്കെ നിവർത്താനായിട്ട്. ഒരു 3.5 hours ആയിട്ട് കണ്ടിന്യൂസ് ഓടിക്കല്ലേ. 27 ഹെയർ പിൻ കയറി. ഇപ്പം ഇത് ആക്ച്വലി ഒരു മലയുടെ മുകളിലാന്ന് വേണമെങ്കിൽ പറയാം. 27 ഹെയർ പിൻ കയറി ഞങ്ങൾ എത്തിയിട്ട് പിന്നെ ഒരു സ്ട്രെയിറ്റ് ഇതാണ്. കാടിൻ്റെ അകത്ത് കയറിയ വണ്ടി നിർത്തി അധികം നേരം ഇടരുതെന്നാണ്. പക്ഷേ അവിടെ ഒരു ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാനൊക്കെ ആയിട്ട് കടയൊക്കെ നിർത്താം. ഇവിടെ പക്ഷേ ചായക്കട ഒന്നുമില്ല, പക്ഷേ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇനി സമയം 1:45. ഫുഡ് കഴിക്കാനുള്ള ടൈം ആവുന്നു, പക്ഷെ അത്ര വിശപ്പില്ല. അപ്പം എന്തായാലും ഇനി ലഞ്ച് കഴിക്കുന്നിടത്താണ് നെക്സ്റ്റ് സ്റ്റോപ്പ്. ഞങ്ങൾ ഓൺ ദ വേ വേറൊരു സ്റ്റോപ്പും കൂടി നിർത്തിയിട്ടോ.
മൈസൂർ എത്തിയിട്ടില്ല, കുറച്ചുകൂടെ ഉള്ളൂ, കുറച്ച് ഇതൊന്നൊരു 30 കിലോമീറ്ററൊക്കെ ഉള്ളൂ. 1:30 അപ്പോൾ ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാനുള്ള ഒരു വിശപ്പ് ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ഹോട്ടലിൽ നിർത്തിയില്ല. ഞങ്ങൾ എന്തായാലും ഇപ്പം മൈസൂർ എത്തിയിട്ട് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒന്ന് സ്ഥലത്ത് നിർത്തി. അപ്പോൾ ഒരു കുറച്ച് സ്നാക്സ് ആയിക്കാൻ വെച്ചു. ഞങ്ങൾക്ക് അമ്മ പഴം റോസ്റ്റ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ അത് കഴിച്ച് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് തണൽ, കുറേ നേരത്തിന് ശേഷമാണ് ഇത്തിരി തണലൊക്കെ കിട്ടിയത്. നല്ല വെയിലായിരുന്നു. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്. താങ്ക് യു അമ്മ. ഓക്കെ, സോ ഇത് ആക്ച്വലി ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റാണ് ഗുഫ എന്ന് പറയുന്നത്. ഇതൊരു തീം റെസ്റ്റോറൻ്റാണ്. കണ്ടോ, ഇതൊരു പക്ക ഗുഹയുടെ അകത്തെ സംഭവമാണ്. വെയിറ്റിങ്ങിലാണ്. ഇതൊരു ദോശ കോർണറാണ്. ഇത് ദോശ കോർണർ, ഇത് വെയിറ്റിംഗ് ഉണ്ട് ആൾക്കാർ. പിന്നെ ഇതിൻ്റെ അകത്താണ് നമ്മുടെ തീം റെസ്റ്റോറൻറ്റ്. ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഗുഹ മോഡലിൽ. ഇടിവെട്ട് കഫേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആർക്കിടെക്ചർ, ഇതിൻ്റെ ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ മെനു വന്നേക്കുന്നതുണ്ടോ, മറ്റേ ഭയങ്കര കട്ടിയുള്ള ബുക്കാണ്. ഈ പുലിയുടെ തോല് പോലെ ഇതിലാണ് ഇതിൻ്റെ ഗുഫ തീംഡ് റെസ്റ്റോറൻറ്റ്. ആദ്യം ഞങ്ങളൊരു ഹോട്ട് ആൻഡ് സോർ സൂപ്പ് വാങ്ങിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഫുഡുകൾ. ഞാൻ ഒരു ഫുഡ് വന്നിട്ടോ. സോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഗീ റൈസ്, പിന്നെ ഇത് പഞ്ചാബി മുർഗ് മസാല ചിക്കൻ കറിയാണ്. ഇത് രണ്ടും ഞങ്ങളുടെ ഗീ റൈസും പഞ്ചാബി മുർഗ് മസാല കഴിച്ചോട്ടെ. ഇപ്പോൾ ഫുഡ് കാണിക്കണേ. ഭയങ്കര ചൂട്. നല്ല ബട്ടർ. ഒന്ന് വിശപ്പില്ല, എന്താണെന്ന് അറിയില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റ്. ചൂടുണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് സെയിൻറ്റ് ഫിലോമിനാസ് ഷ്രൈനിലാണ്, അല്ലെങ്കിൽ സെയിൻറ്റ് ജോസഫ്സ് കത്തീഡ്രൽ എന്ന് പറയും. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ചേർച്ചാണ്, ടൂറിസ്റ്റ് സ്പോട്ടും കൂടെയാണ്. ഇതാണ് സെയിൻറ്റ് ഫിലോമിനാസ് ഷ്രൈൻ. ഇതൊരു നിയോ ഗോത്തിക് ആർക്കിടെക്ചർ ഉണ്ടോ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പള്ളിയുടെ. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്. ആക്ച്വലി ഇവിടെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത്, പക്ഷേ ഹെവി മഴയല്ല. അപ്പോൾ നല്ല ക്ലൈമറ്റ്, നല്ല തണുത്ത കാറ്റും, എന്നാൽ മഴയില്ല. സൂപ്പർ ക്ലൈമറ്റാണ് അവിടെ. ടൂറിസ്റ്റ് മലയാളി, ഇഷ്ടം പോലെ മലയാളികൾ. എൻ്റെ അമ്മ എവിടെ പോയാലും മലയാളികളാണ്. നമുക്ക് പള്ളിയുടെ അകത്ത് കയറണമെങ്കിൽ ചെരുപ്പ് ഊരിയിട്ട് വേണം കേട്ടോ കയറാനായിട്ട്. അപ്പോൾ നമുക്ക് ചെരുപ്പും പിന്നെ വേറെ എന്തെങ്കിലും ബാഗോ സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ബാഗേജ് കൗണ്ടറിൽ കൊടുത്തിട്ട് വേണം കയറാൻ. ഓക്കെ, പള്ളിയുടെ അകത്ത് ക്യാമറ കയറുമോ കയറ്റാൻ പറ്റുന്നതല്ല, അത് ഞാൻ മിക്കവാറും കയറ്റില്ലായിരിക്കും. സൺഡേ ആണ്, അപ്പോൾ പള്ളിയിൽ എന്തായാലും പോകണം, അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിലെത്തി, ഐബിസ് സ്റ്റൈൽസ് മൈസൂർ. അത് ഞാൻ സോ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ദിസ് ഇസ് ഐബിസ്. എടുക്കാൻ ഇത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. Banquet. That side also will be public banquet. Three zero. So ഇവിടെയാണ് ഞങ്ങളുടെ റൂം. is 330 and ഇതാണ്. This is the room tour of
ഞങ്ങളുടെ മുറി ബാത്റൂം നോക്കട്ടെ. നമ്മളെവിടെ പോയാലും ഫസ്റ്റ് നോക്കേണ്ട ഒരു സ്ഥലമാണ് ബാത്റൂം. ഷവർ ഏരിയ. ഓക്കെ, ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ കളർ കോമ്പിനേഷനും നല്ല എന്താ പറയുക, വലിയ സൈസുള്ള റൂമിന്, പക്ഷെ കറക്റ്റ് ഒരു കപ്പിളിന് ആവശ്യമുള്ള കറക്റ്റ് സൈസ് കോമ്പാക്റ്റ് റൂം. ഭയങ്കര ക്യൂട്ട്. വ്യൂ എന്താന്ന് നോക്കട്ടെ. വോ, ഓക്കെ, കാണാം. വ്യൂ നല്ല അത്യാവശ്യം നല്ല വലിയ ഹോട്ടലാണ് കേട്ടോ. ഇനി മുകളിൽ റൂഫ് ടോപ്പ് ഇൻഫിനിറ്റി പൂളുണ്ട് മുകളിൽ, പിന്നെ റൂഫ് ടോപ്പ് ബാറുണ്ട്, പിന്നെ താഴെ തന്നെ ഹാളുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. വെരി നൈസ്, കൊള്ളാം. അപ്പം ഇനി കുറച്ചൊന്ന് നേരെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞൊന്ന് ഫ്രഷായിട്ട് പൂളിൽ ഇറങ്ങണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് രാത്രിയിൽ ഇറങ്ങാനായിട്ട് പരിപാടിക്ക്. രാത്രി നൈറ്റ് പാലസ് വ്യൂ കാണാനാണ് പോകുന്നത്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. നല്ല ടയേർഡാണ്, ക്ഷീണം, കണ്ണൊക്കെ നോക്കി ഉറക്കായിട്ട് കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് കാണാം. നമ്മൾ പൂളിൻ്റെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ അത് ആക്ച്വലി റൂഫ് ടോപ്പ് ബാറും കൂടി ഉണ്ട് സൈഡിൽ. അപ്പോൾ അത് കാരണം എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ തൽക്കാലം ചേഞ്ച് ചെയ്തില്ല. അവിടെ എത്തിയിട്ട് ഒന്ന് സിറ്റുവേഷനൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ നമ്മൾ പൂളിലിറങ്ങും, അല്ലെങ്കിൽ പൂളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. അടിപൊളി ഹോട്ടൽ, കിഡു സ്റ്റേ, കിഡു ആംബിയൻസ്. പൂളിന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ റൂഫ് ടോപ്പ് കഫേ. നല്ല പേര്. കുറച്ചും കൂടി ഇത് ആക്ച്വലി 7 to 7 ആണ് ഫുൾ ടൈമിങ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇവിടെ നിന്ന് കുളിച്ച് ഇറങ്ങിയിട്ട് വേണം മറ്റേ മ്യൂസിയത്തിലല്ല പാലസിൻ്റെ അങ്ങോട്ട് പോവാൻ. ഓ വാവ്, സെറ്റ്. ആരുമില്ല, സമാധാനം. ലവ് ഇറ്റ്. ഓക്കേ, ഇതാണ് ഇൻഫിനിറ്റി പൂൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൂളിൽ കയറി. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യരില്ലേ പൂളിൽ. പിന്നെ ഭയങ്കര ലെങ്ത്. അപ്പം ഞങ്ങൾക്ക് രണ്ടൊക്കെ കുറച്ച് നീന്താൻ അറിയണാലും ആഴം പ്രശ്നമല്ല. തണുപ്പില്ല. കയറിയപ്പോഴത്തെ ഒരു ഇനീഷ്യൽ തണുപ്പുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അല്ലാതെ നോ തണുപ്പ്. ഞാൻ കുറച്ച് നീന്തിയിട്ട് വരാം. നമ്മളിപ്പോൾ റെഡിയായിരുന്നു, ലേറ്റായി. കുളിച്ച് റെഡിയായി. അപ്പോൾ ഞാനൊരു കുർത്തി ആൻഡ് പലാസോണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഓട്ടെ, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മളുടെ എന്താണ് പാലസിൽ നൈറ്റ് ലൈറ്റിൻ്റെ ഇടയിൽ വെച്ച് എനിക്കൊരു റീലെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ നടക്കുമല്ലോ എന്നറിയില്ല, പക്ഷേ എന്തായാലും നമ്മൾ റെഡി. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ആണിങ്ങനെ ലൈറ്റ്സ് ഇട്ടേക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ മൈസൂർ ഒരുവിധം കുറേ സ്ട്രീറ്റ്സിൽ ഇങ്ങനെ നമ്മുടെ അവിടുത്തെ പോലത്തെ മാല ബൾബ് അങ്ങനത്തെ ലൈറ്റ്സ് അല്ല കേട്ടോ, ഇതിങ്ങനെ ബൾബുകളാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേക ഭംഗിയും വൈബും ഉണ്ട് കേട്ടോ. എല്ലാം ധൃതിയിൽ ഓടി വീഡിയോ എടുത്തു, പക്ഷേ അത് വീഡിയോ എനിക്കോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ അറിയിൽ പോസ്റ്റ് ചെയ്യാം. ഇതാണ്, ഓ കണ്ടോ, ഇത് എല്ലാ ദിവസവും 5 മിനിറ്റ് മാത്രമേ ഇടുള്ളൂ, പക്ഷേ ഇന്ന് സൺഡേസിലാണ് ഇത് ഇത്ര അധികം ടൈം ഇടുന്നത് വീഡിയോ. കണ്ടോ, ഇതൊരു 45 മിനിറ്റ്സ്, ഓൾമോസ്റ്റ് 1 hour ഒക്കെ സൺഡേസിൽ ലൈറ്റ് ഇടും പാലസിൽ. അവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്, കണ്ടോ, കുതിരവണ്ടി. നല്ല രസമായിരിക്കും ഈ
എന്താ പറയുക പാലസിൻ്റെ ചുറ്റിലും കൂടെ പോകാനായിട്ട്. പക്ഷേ 5 മിനിറ്റിന് 600 റുപ്പീസാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കൊടുത്ത് പോകാൻ മാത്രം പോകത്താണോ എന്ന് അറിയില്ല. ഒരു എക്സ്പീരിയൻസിന് പോകാം, പക്ഷെ ഞങ്ങൾ എന്തായാലും അതിൽ കയറിയില്ല. പക്ഷെ അത് പോകുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. 8 മണിയായപ്പോഴേക്കും ഫുൾ പോലീസുകാർ വന്ന് മറ്റേ വിസിലൊക്കെ അടിച്ച് എല്ലാവരെയും പാലസിൻ്റെ അവിടക്കത്തുനിന്ന് പുറത്താക്കിയിട്ട് പിന്നാലെ നടന്നു. നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഒരു സ്ഥലം കൂടെ ഇതാണ് കേട്ടോ. നമ്മൾ മിക്ക മൈസൂർ വ്ളോഗോ വീഡിയോയിലൊക്കെയോ നോക്കിയാൽ കാണിക്കുന്ന ഒരു ഹോട്ടലാണിത്, ഹോട്ടൽ RRR. അപ്പോൾ അത് ഭയങ്കര റിവ്യൂവും റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലമായത് കാരണം നമ്മൾ ഇവിടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ ഞങ്ങളുടെ ഡിന്നർ വന്നു. ഒരു മട്ടൺ ബിരിയാണിയും പിന്നെ ചിക്കൻ 65 ആണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഒരു അടിപൊളി ഡേക്ക് ശേഷം നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഇനി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സെക്കൻഡ് ഡേ ഇൻ മൈസൂർ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇന്ന് കുറേ നടക്കാനുള്ള കുറച്ച് സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം കുറേ നടക്കാനുള്ള കാരണം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഇതാണ് ഈ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടെ കുറേ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഫ്ലെമിംഗോ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ബാറാണ്. അതല്ലാതെ റൂഫ് ടോപ്പിൽ ഒരു ബാറുണ്ട്. പിന്നെ കുറേ ഗെയിംസിൻ്റെ ഒക്കെ കുറേ സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അടിപൊളി ഹോട്ടലാണ്. പിന്നെ അതാ ഇവിടെ ഒരു ഷോപ്പുണ്ട്. അവിടെ പിന്നെ നോക്കിയേ വേണ്ട, നല്ല കത്തി വിലയായിരിക്കും. അത് കാരണം ആ സൈഡിലേക്ക് ഞങ്ങൾ പോയില്ല. ഇതൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടോ. ഇതൊരു ചെറിയ വഴിയാണ്, അപ്പോൾ അത് കാരണം പാർക്കിംഗ് കുറച്ച് പാടായിരുന്നു. ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്തിട്ടിട്ട് കുറച്ച് നടക്കുക ചെയ്തത്. ഇതാണ് ഓൾഡ് ഒറിജിനൽ വിനായക മൈലാരി. അങ്ങനെ ഇതാ ഞങ്ങളുടെ മൈലാരി ദോശ വന്നു. എൻ്റെ ഇത് കുറച്ച് ഇത് ബട്ടറാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് ഉണ്ട് കണ്ടോ. മസാല ദോശ പോലെയാണ്, പക്ഷേ മസാല ദോശൻ്റെ അത്ര ഒരു സൈസ് ഇല്ല. ഭയങ്കര ക്രിസ്പിയാണ്, നല്ലപോലെ നെയ്യിട്ടിട്ട്. പിന്നെ ഇത് ഗീയോ ബട്ടറോ എന്തോ ആണ്. പിന്നെ വൈറ്റ് ചട്നിയാണ്. സോ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഞാൻ കഴിച്ച് നോക്കട്ടെ. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിലെത്തി. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം ക്യാഷ് ഓൺലി ആണ്. അതും ചേഞ്ച് അവരുടെ കയ്യിലില്ല. അപ്പോൾ ചേഞ്ചോട് കൂടി തന്നെ കൊടുക്കണം. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. മൈസൂർ പാലസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഇനി ഞങ്ങൾ പോണത് ഒരു റെയിൽവേ മ്യൂസിയത്തിലേക്കാണ്. റെയിൽവേ മ്യൂസിയം എന്നല്ല പറയാം. അതെ, പഴയ ഇവിടെ റെയിൽവേ മ്യൂസിയം ഉണ്ട്. പിന്നെ കാറിൻ്റെ മ്യൂസിയം ഉണ്ട്, വിൻറ്റേജ് കാർസിൻ്റെ. അപ്പോൾ അവിടെ പോകണം. ഈ 2 സ്ഥലത്താണ് ഇത് മലയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ റെയിൽവേ മ്യൂസിയത്തിൽ എന്താണെന്നുള്ളതെന്ന് നോക്കാം. ഇതാണ്
റെയിൽവേ മ്യൂസിയം. ഇവിടെ ആക്ച്വലി ഓരോ റെയിൽ പാളങ്ങളും അതിൻ്റെ സ്റ്റോറിയും അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണല്ലോ. നമ്മൾ ഒന്ന് ചെറുതായി ഒന്ന് ഓടിച്ചിട്ട് കാണാനാണ് വന്നത്. എല്ലാം അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണാനിരിക്കുന്നില്ല. ഒരു പണ്ടത്തെ ഒരു റെയിൽവേ ബോഡി. ഹൈറ്റ് കണ്ടോ ഈ ട്രെയിനിൻ്റെ? ഇത് സ്റ്റീം എൻജിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാട്ടർ ടാങ്കും അതൊക്കെ കൂടിയാണ് ഇത്ര ഹൈറ്റ് വരുന്നത്. വീല് തന്നെ ഉണ്ട് എൻ്റെ ഹൈറ്റ്. അയ്യോ. റിസാല ഹൗസ് ഓഡിയോ വിഷ്വൽ റൂമാണ്. എനിക്കൊന്ന് ഓക്കെ കഥകളൊക്കെ വെക്കണം. എവല്യൂഷൻ ഓഫ് സ്റ്റീം ലോക്കോമോട്ടീവ് ഓരോ ടൈപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡീസൽ വന്നു. അത് കഴിഞ്ഞിട്ടാണിപ്പോൾ ഇലക്ട്രിക് ഉള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ടോയ് ട്രെയിൻ പോലെ ഉണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. പക്ഷെ ഇത് എപ്പോൾ എടുക്കുമെന്നൊന്നും അറിയില്ല. നമ്മൾ ട്രെയിൻ എടുക്കുമോ ഇല്ലയോ ഒന്നും ഉറപ്പില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 12:30 എടുക്കുന്ന പറഞ്ഞേ. മണിയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റിംഗ്. ട്രെയിൻ സ്റ്റാർട്ടായ എടുക്കുന്നവരാ, അല്ലെങ്കിൽ ഇത് വെറുതെ ഷോക്കാണെന്ന് മനസ്സിലാവും. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ടായി. അങ്ങനെ വി ആർ ഗോയിങ്. ആൻഡ് ഈ സ്റ്റേഷൻ്റെ പേരാണ് സെൻട്രൽ പാർക്ക്. ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു വട്ടത്തിലൊരു റൗണ്ട്. പക്ഷെ അതൊരു എക്സ്പീരിയൻസ്. ഇവിടെ ഒരു പാർക്കുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇതൊരു കടന്ന് കുലുക്കുന്നു ഭയങ്കര. പണ്ടത്തെ ട്രെയിൻ എങ്ങനെയാ പോയിരുന്നത് ആ മോഡലിലാണിത്. ഇതിൻ്റെ അപ്പുറത്ത് അത് ഒറിജിനൽ റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇനി അത് വരുന്ന സെറ്റപ്പാണ്. അത് ഒറിജിനൽ ട്രെയിൻ. മഹാറാണി സലൂൺ ആണത്. ദിസ് സലൂൺ വാസ് യൂസ്ഡ് ടു ട്രാവൽ ബൈ ദെൻ മഹാറാണി ട്രാവൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന വണ്ടിയാണിത്. അപ്പോൾ അതിനാണ് സെർവൻസിന് വേണ്ടി സെപ്പറേറ്റ് ഏരിയ, മഹാറാണിക്കുള്ള ഡൈനിങ് ടേബിൾ, റൈറ്റിംഗ് ടേബിൾ, സിറ്റിംഗ് റൂം ഒക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ലഞ്ച് കഴിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ലഞ്ച് കഴിക്കാനായിട്ട് ഒരു ഹനുമന്തു എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം നോക്കിയിരുന്നു. പക്ഷെ അത് മൺഡേ ക്ലോസ്ഡ് ആണ്. ഇവിടെ കുറേ ഹോട്ടലുകളും സ്ഥലങ്ങളൊക്കെ മൺഡേ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് ഈ ഒരു ഹനുമന്തു മെസ് എന്ന് പറഞ്ഞൊരു ഈ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിവിടെ പോയി ലഞ്ച് കഴിക്കാൻ വന്നേക്കാം. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നു. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞേക്കുന്നത്. മനു മട്ടണും പിന്നെ ഒരു ചിക്കൻ കറിയും. പിന്നെ ഇവരിത് കണ്ടോ ഇങ്ങനത്തെ ഒരു ഇലയിലാണ് തരുന്നത്. അപ്പോൾ ഇവരുടെ അരിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല. ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും അത്ര ഓയിലോ ഭയങ്കര മസാലയോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ നല്ല ഫ്ലേവേഴ്സ് ഉണ്ടാവും. ഒരു സ്പെഷ്യൽ ടൈപ്പ് ബിരിയാണിയാണ് മൈസൂരിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. നല്ല ഹെവി ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് മൈസൂരുള്ളൊരു ഫേമസ് അണ്ടർ വാട്ടർ അക്വേറിയത്തിലേക്കാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ മറ്റേ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് കണ്ടോ. ഇപ്പോൾ ഞങ്ങൾ വന്നേക്കുന്നത് മൈസൂർ പാക്കിൻ്റെ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ മൈസൂർ പാക്ക് മാത്രമല്ല പല ടൈപ്പ് ഓഫ് സ്വീറ്റ്സും ഉണ്ട് കേട്ടോ. ട്രഡീഷണൽ സാധനങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെ ഇവർ മൈസൂർ പാക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, പാക്ക് ചെയ്യുന്നതൊക്കെ കാണാം. മൈസൂർ പാക്ക് ഫാക്ടറി. മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഫുൾ പ്രൊസീജിയറൊക്കെ ഉണ്ടോ.
തന്നെ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞങ്ങളൊരു ജൽജീര കുടിച്ചു, പിന്നെ 2-3 മൈസൂർ പാക്ക് ടേസ്റ്റ് ചെയ്തു. എൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ ഒരു സാധനം കണ്ടോ, ഇത് പട്ടാക്ക മട്ടാക്ക ഗുലാട്ട, അങ്ങനെ ഞാൻ ഒന്നുകൂടി എൻ്റെ പേര് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മനുവിന് ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. നല്ലൊരു സ്ഥലമുണ്ടോ, നമുക്ക് അത്യാവശ്യം ടേസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്, പല ടൈപ്പ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം, ഒരു ഫ്ലേവേർഡ് മൈസൂർ പാക്ക് ഉണ്ട്. അത് ഭയങ്കര സോഫ്റ്റാണ്. ട്രഡീഷണൽ മൈസൂർ പാക്കാണ്, കുറച്ചിങ്ങനെ ഹാർഡായിട്ടായിരിക്കും. ഒരു ടീ ഷോപ്പ് ഉണ്ട്, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ലൈം ടീ പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ലൈം ടീയുടെ അകത്ത് ഈ ചിയാ സീഡ് ഇട്ട് തരുന്ന കുടിച്ചു നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങൾ കുറേ ഫേമസ് സ്ഥലങ്ങളും കുറേ കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി നമുക്ക് മൈസൂർ ടൗൺ, പ്രോപ്പർ മൈസൂരിൻ്റെ ഹൃദയത്തിലേക്ക് കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ലോക്കൽ മാർക്കറ്റിലും സ്ട്രീറ്റ്സിലും കൂടെയൊക്കെ നടക്കാറുണ്ട്. ഇത് അവിടുത്തെ ഒരു ഫേമസ് സ്വീറ്റ് ഷോപ്പാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഓൾറെഡി സ്വീറ്റ്സ് വാങ്ങിച്ചത് കാരണം പിന്നെ ഇവിടെ കയറിയില്ല. അപ്പം ഞങ്ങളിതാ കാർ മ്യൂസിയം, പയന കാർ മ്യൂസിയത്തിലെത്തി. ചെറിയൊരു അബദ്ധം പറ്റി, ഞങ്ങൾ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി. അപ്പോൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് ഇറങ്ങാൻ യൂ ടേൺ എടുക്കുകയാണെങ്കിൽ അതൊരു 10-15 കിലോമീറ്റർ കഴിഞ്ഞിട്ട് യൂ ടേൺ കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ലേറ്റായി. 7:30 ഇത് ക്ലോസ് ആവുമെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇപ്പോൾ സമയം 7 മണി. അപ്പോൾ ഞങ്ങൾക്ക് ഹാഫ് ആൻ അവറേ ഉള്ളൂ. അപ്പോൾ കേൾക്കുമെന്നറിയില്ല. എന്തായാലും നമ്മളിവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇത് കണ്ടിട്ട് പോകണം എന്നാണ് ആഗ്രഹം. വണ്ടിപ്രാന്തന്മാർക്ക് പറ്റിയ സ്ഥലമുണ്ട്. കുറേ വിൻറ്റേജ് കാർസും വണ്ടികളുടെ എവല്യൂഷനും എല്ലാം ഉണ്ട് അവിടെ. അടിപൊളി. റോൾസ് റോയ്സ് 1904 തൊട്ടുള്ള ഓരോ മോഡലുകളുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇംബാല, എന്താ ലുക്ക്. ഇങ്ങനെ താഴത്തേക്ക് പോകാനൊരു റാമ്പുണ്ട്. താഴെയും വേറെ കുറേ വണ്ടികളുണ്ട്. ഇവിടെ ഒരു നല്ല വാഷ്റൂം ഉണ്ട് കേട്ടോ, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഫെസിലിറ്റിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട്, ഒരു കഫേ മോഡലിൻ്റെ ഒരു റെസ്റ്റോറൻറ്റും. പിന്നെ ഇവിടെ ഒരു സ്റ്റേജ് ഏരിയ ആണ്, എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ആംഫി തിയേറ്റർ പോലത്തെ ഒരു സ്പേസ്, വലിയ സൂം ഔട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതായിരുന്നല്ലോ ആദ്യം പറഞ്ഞത്, പക്ഷേ ആ പ്ലാൻ മാറ്റി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ടയർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ഫുഡ് അലക്കാട്ടെ പറഞ്ഞു. നൂഡിൽസും പിന്നെ വോക്ക് ടോസ്റ്റ് വെജിറ്റബിൾസ് ഉണ്ട്, പ്രോൺസ് കറി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ഈ സൗത്ത് ഇന്ത്യ റോഡ് ട്രിപ്പ് മൈസൂർ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ ഹംപിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് ഹംപി വ്ളോഗ്. അപ്പോൾ ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. Thank you for watching and stay tuned for part 2 vlog.